നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന യൂണിറ്റിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. മലയാളം മീഡിയം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡാഷ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് ഗവൺമെൻറ് അവരുടെ ആക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതു ചെലവ് എന്താ സംഭവിക്കുന്നത്? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇൻക്രീസസ് ഡിക്രീസസ്. ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഏതാ ആൻസർ? ആൻസർ ഇൻക്രീസസ് അല്ലേ. പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പൊതുച്ചെലവ് കൂടും, ഗവൺമെൻറ് അതിൻ്റെ ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് അല്ലേ. ഗവൺമെൻറ് ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആർ കാൾഡ്. ഏത് ടൈപ്പ് എക്സ്പെൻഡിച്ചറാണ് ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഏത് ടൈപ്പിലുള്ള എക്സ്പെൻഡിച്ചറാണെന്ന്? ഏത് ടൈപ്പാണ്? നമുക്കറിയാം രണ്ട് ടൈപ്പ് എക്സ്പെൻഡിച്ചറാണുള്ളത്, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും. അതിലേതാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി ആയിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഓൾസോ കാൾഡ്. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിന് നമ്മൾ വേറൊരു പേരുണ്ട്, ഏതാ? പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലേ, ഉൽപ്പാദന ചെലവ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. അടുത്തത്, ടു സ്റ്റാർട്ട് എ ന്യൂ എൻ്റർപ്രൈസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മളൊരു പുതിയ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്, അത് ഏത് ടൈപ്പ് എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്? ഡെവലപ്മെൻറ്റലാണോ നോൺ ഡെവലപ്മെൻറ്റലാണോ? അവിടെ ആൻസർ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. പുതിയൊരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ഗ്രേറ്റ്ലി കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് വളരെയധികം സംഭാവനകൾ നൽകുന്ന എക്സ്പെൻഡിച്ചർ ഏതാണെന്ന്? ഡെവലപ്മെൻറ്റൽ നോൺ ഡെവലപ്മെൻറ്റൽ ഏതാ? അത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എൻ്റെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് റിലേറ്റഡ് ടു ദ പബ്ലിക് സർവീസ്. പബ്ലിക് സർവീസ് അല്ലെങ്കിൽ പൊതുസേവനവുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ ഏതാണ്? ഡെവലപ്മെൻറ്റൽ ആണോ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ഇതിൻ്റെ ആൻസർ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് പബ്ലിക് സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് ടാക്സ് ഇൻ വിച്ച് ടാക്സ് പെയർ ഹിംസെൽഫ് ബിയേഴ്സ് ദ ബർഡൻ ഓഫ് ദ ടാക്സ്. ടാക്സ് ആരിലാണോ ചുമത്തപ്പെടുന്നത് അയാൾ തന്നെ ആ ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെയുള്ള ടാക്സിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഡയറക്റ്റ് ടാക്സ് അല്ലേ. ഡയറക്റ്റ് ആയിട്ടാണ് ടാക്സ് അടയ്ക്കുന്നത്. ഇപ്പോൾ എന്നിലാണ് ടാക്സ് ചുമത്തപ്പെടുന്നതെങ്കിൽ ഞാൻ തന്നെ ആ ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെയുള്ള ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. അടുത്തത്, ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ കുറച്ച് ടാക്സുകൾ തന്നിട്ടുണ്ട്, അതിനെ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഏതൊക്കെ ടാക്സാണ് തന്നിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, കസ്റ്റംസ് ടാക്സ്. ഇത്രയും ടാക്സസ് ആണ് തന്നിട്ടുള്ളത്. ഇതിലേതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും ഉൾക്കൊള്ളുന്നത്? ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ടാക്സിൽ ഏതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് നോക്കാം. ഇൻകം ടാക്സും ബിൽഡിംഗ് ടാക്സും. ഏതൊക്കെയാണ്? ഇൻകം ടാക്സും ബിൽഡിംഗ് ടാക്സുമാണ് ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സിൽ അപ്പോൾ ഏതൊക്കെയാ? സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, കസ്റ്റംസ് ടാക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഇൻഡയറക്റ്റ് ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കോഡ് വാക്ക് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ എടുത്തപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ദ പേഴ്സൺ ഹൂ റെമിറ്റ്സ് ദ ടാക്സ് ഈസ് കാൾഡ്. ഒരു പേഴ്സൺ ആരാണോ അദ്ദേഹം ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറയും? ടാക്സ് പെയർ. ടാക്സ് പെയർ അല്ലേ. ടാക്സ് അടയ്ക്കുന്ന ആളിനെ നമ്മൾ എന്താ പറയുന്നത്? ടാക്സ് പെയർ. അടുത്തത് GST സ്റ്റാൻഡ്സ് ഫോർ. അതായത് GSTയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GST ഈസ് എ യൂണിഫൈഡ് ഡാഷ് ടാക്സ്. ഇൻഡയറക്റ്റ് ഡയറക്റ്റ് രണ്ട് ഓപ്ഷൻസ് ആണ്. GST എന്ന് പറയുന്നത് യൂണിഫൈഡ് ഏകീകൃത ഏത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണോ ഡയറക്റ്റ് ടാക്സ് ആണോ? GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് ടാക്സ്. അടുത്ത, GST കെയിം ഇൻ ടു എഫക്ട് ഫ്രം. GST എന്നാ നിലവിൽ വന്നത്? 2017 ജൂലൈ 1. ജൂലൈ 1, 2017 GST നിലവിൽ വന്നത്. അടുത്തത്, അണ്ടർ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് GST കെയിം ഇൻ ടു എഫക്ട്. GST നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ 101 ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റിലൂടെയാണ് GST നിലവിൽ വന്നത്. വിച്ച് ആർ ദ കറണ്ട് GST റേറ്റ്സ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൽ നിലവിലുള്ള GST നിരക്കുകൾ ഏതെല്ലാമാണ്? 0%, 5%, 12%, 18%, 28%. ഇത്രയും നിരക്കിലുള്ള GST ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ ഉള്ളത് കേട്ടോ. 28% ആണ് ഏറ്റവും കൂടിയത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അവർ കൺട്രി എ ഫിനാൻഷ്യൽ ഇയർ മീൻസ്, നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം എന്നാൽ ഏത് തൊട്ട് ഏത് വരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഒരു വർഷം തുടക്കമാണ് അല്ലേ? എ ആണല്ലോ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്റർ എ. അപ്പം ഏപ്രിൽ കേട്ടോ, എ വെച്ചിട്ട് ഏപ്രിൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏപ്രിൽ മുതൽ മാർച്ച് വരെ കേട്ടോ, ഏപ്രിൽ മാർച്ച്. ഓക്കെ, അതങ്ങനെ ഓർത്ത് വെച്ചോളണം കേട്ടോ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അത് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. അടുത്തത്, ഇൻ അവർ കൺട്രി ദ ബഡ്ജറ്റ് വാസ് പ്രസന്റഡ് ബൈ, നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ആരാ, അവതരിപ്പിക്കുന്നത് ആരാ? ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രിയാണ് നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നമ്മുടെ ഭരണഘടനയിൽ ബഡ്ജറ്റിനെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏത് ആർട്ടിക്കിളിലാണ്? വിച്ച് ആർട്ടിക്കിൾ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദ ബഡ്ജറ്റ്? ബഡ്ജറ്റിനെ റെഫർ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ നമ്പർ 112, 112. ആർട്ടിക്കിൾ 112ലാണ് ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അടുത്ത, മാച്ച് ദ ഫോളോയിങ്, പരസ്പരം മാച്ച് ചെയ്യണം കേട്ടോ. മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ, ലെസ് ഇൻകം മോർ എക്സ്പെൻഡിച്ചർ, ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ഇൻകം എക്സ്പെൻഡിച്ചർ ഈക്വൽ, പിന്നെ ഇൻകം കുറവ് എക്സ്പെൻഡിച്ചർ കൂടുതൽ, ചിലവ് കൂടുതൽ, പിന്നെ ഇൻകം കൂടുതൽ ചിലവ് കുറവ്. അപ്പോൾ ഇത് ഒക്കെ പല ടൈപ്പിലുള്ള ബഡ്ജറ്റാണ്. ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈക്വൽ ഇൻകവും ഈക്വൽ എക്സ്പെൻഡിച്ചറും വരുന്നത് ഏത് ബഡ്ജറ്റിലാണ്? ബാലൻസ്ഡ് ബഡ്ജറ്റ് അല്ലേ. ഇനി മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ, ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും, അതേതാണ്? അതാണ് സർപ്ലസ് ബഡ്ജറ്റ്. അടുത്ത, ലെസ് ഇൻകം മോർ എക്സ്പെൻഡിച്ചർ, ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും, അങ്ങനെയുള്ള ബഡ്ജറ്റ് ഏതാ? അതാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. മനസ്സിലായല്ലോ? 3 തരത്തിലുള്ള ബഡ്ജറ്റാണ് ഉള്ളത്. 3 എണ്ണമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേർഡ് ബഡ്ജറ്റ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ഡാഷ് മീൻസ് എ സ്മാൾ ബാഗ് ഓർ സാക്ക്. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ വേർഡ് ഡെറൈവ് ചെയ്തിട്ടുള്ളത് ഏത് വേർഡിൽ നിന്നാണ്? ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ആ ഫ്രഞ്ച് വേർഡ് ഏതാ? അതിൻ്റെ പേരാണ് ബോഗറ്റ്. ഏതാണ്? BOGET, ബോഗറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? എ സ്മാൾ സാക്ക് അല്ലെങ്കിൽ എ സ്മാൾ ബാഗ് എന്നൊക്കെയുള്ള മീനിങ് ആണ് ബോഗറ്റ് എന്ന ഫ്രഞ്ച് വേർഡിൻ്റേത്. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് ഏതിൽ നിന്നാണ് വന്നത്? ബോഗറ്റ് എന്ന വേർഡിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ദ ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് ഓഫ് അവർ കൺട്രി വാസ് പ്രസന്റഡ് ബൈ ദ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് അവർ കൺട്രി. ഹു വാസ് ദ പേഴ്സൺ? അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രിയായിരുന്നു. ആരാണ് അദ്ദേഹം? ആൻസർ RK ഷൺമുഖൻ ചെട്ടി കേട്ടോ, RK ഷൺമുഖൻ ചെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിസ്ക്കൽ പോളിസി ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസ്ക്കൽ പോളിസി, ധനനയം തയ്യാറാക്കുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ധനകാര്യ വകുപ്പാണ് ധനനയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിസ്ക്കൽ പോളിസി ഈസ് ഇംപ്ലിമെന്റഡ് ത്രൂ. ഫിസ്ക്കൽ പോളിസി നമ്മൾ നടപ്പിലാക്കുന്നത് ഏത് വഴിയാണ്? ബഡ്ജറ്റ് വഴിയാണ് കേട്ടോ. ഫിസ്ക്കൽ പോളിസി ഈസ് ഇംപ്ലിമെന്റഡ് ത്രൂ ബഡ്ജറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ദ ഗവൺമെന്റ് ടു ഇംപ്രൂവ് ദ കറന്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് അറ്റൈൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ഗവൺമെന്റിന്റെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുവാനും സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ ഗവൺമെന്റിനെ സഹായിക്കുന്നത് എന്താണ്? ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം. ഇത്രയേ ഉള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.